Pro-Culina അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സദ്യ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സദ്യകൾക്ക് ഉപയോഗിക്കുന്ന മാങ്ങാക്കറി നമുക്കറിയാം. അതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ കടുവറുക്കോ അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നുമില്ല. നോർമലായിട്ട് പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാർ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന സദ്യ സ്പെഷ്യൽ മാങ്ങാക്കറി. അത് നമ്മൾ സദ്യകൾക്കാണെങ്കിലും ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും നമ്മൾ അങ്ങനത്തെ മാങ്ങാക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വലിയ കടുവറ അങ്ങനത്തെ വലിയ പരിപാടികളൊന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാങ്ങ അച്ചാറില്ലാത്തൊരു സദ്യയെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ദിവസത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു മാങ്ങാക്കറി ഇല്ലാത്തൊരു ഭക്ഷണ ചോറിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഓണത്തിന് നമുക്ക് ഇതുപോലെ ഒന്ന് അറിയില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് രീതിയിലാണെന്ന്. ഞാൻ ഈ ചെയ്യുന്നത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇന്ന് അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ടത് ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് വലിയ ഇതൊന്നും ഇല്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്കൊന്ന് നോക്കാം കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഇത് നമുക്ക് മാങ്ങാക്കറിക്ക് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. മാങ്ങ, കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഉലുവ നന്നായിട്ട് വറുക്കുക. ഉലുവ വറുക്കുക എന്ന് പറയുമ്പോൾ നല്ല ചുമന്ന രീതിയിൽ തന്നെ വറുക്കണം. കാരണം പൊടിയണമെങ്കിൽ ചുമന്ന രീതിയിൽ ചുമക്ക വറുക്കുക എന്നല്ല, അതിങ്ങനെ പൊട്ടുന്നൊരു സ്റ്റേജ് എത്തും. കണ്ടോ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അത് പൊട്ടുന്നൊരു രീതിയിൽ. ആ രീതിയിൽ എത്തുന്നോരം വരെ നമ്മൾ വറുത്തിട്ടുണ്ടാവണം. വറുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ, കാരണം ഈ കായം നമുക്ക് പൊടിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് മെൽറ്റായതിന് ശേഷമേ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുമ്മാ കായം വെറുതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉലുവ ചെയ്ത പോലെ പൊടിച്ചാൽ അത് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇത്തിരി എണ്ണയിൽ ആകെ നമ്മൾ യൂസ് ചെയ്യണ ഇത്ര എണ്ണയാണ്, ഇതിന് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് എണ്ണ യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണയാണ് ഇതിനകത്തും യൂസ് ചെയ്യുന്നത്. ഇതിന് മാത്രമാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുമൊക്കെ അതെല്ലാ സ്ഥലങ്ങളിലേക്കും അന്ന് എണ്ണ എത്തുമ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊരിഞ്ഞ് വരും. അപ്പോൾ പൊരിഞ്ഞ് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കായ കിട്ടുമ്പോൾ ഈ കവറിൽ കിട്ടുന്ന കായത്തിനേക്കാൾ ഇതുപോലത്തെ കട്ട കായാണ് നല്ലത്. കാരണം ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും എല്ലാം ഇതിനാണ് കൂടുതൽ. അപ്പോൾ നമ്മളിതിപ്പോൾ ഇത്തിരി കൂടുതലെടുത്ത് പൊടിച്ച് വെച്ചാൽ ഒരു മുറുക്കമുള്ളൊരു അടപ്പുള്ളൊരു പാത്രത്തിലിട്ട് വെച്ചാൽ കുറേ പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടു. രണ്ടും കൂടെ പോയിട്ട് നമ്മൾ അതൊന്ന് അമ്മിക്കല്ലയിൽ, അമ്മയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അമ്മ ഇതൊക്കെ ഈ ഗുസ്തികളൊക്കെ കാണിക്കുന്നത് അമ്മിക്കല്ലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം അമ്മ അതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഈ മിക്സിയിലിട്ട് പൊടിക്കുമ്പോഴൊന്നും അത്രയും ഭംഗിയായിട്ട് പൊടിയില്ല എന്ന് അമ്മ പറയണേ. അതും പൊടിച്ച് എന്താ പറയുക, നമ്മുടെ കായവും പൊടിച്ചെടുത്തു, അതുപോലെ തന്നെ ഉലുവയും പൊടിച്ചെടുത്തു നന്നായിട്ട്. അതിനുശേഷം നമ്മളിനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ചേർത്ത് വെച്ചിരിക്കുന്ന മുളകും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങാക്കൂട്ടിലേക്ക് അത്യാവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് കായവും ഉലുവയും ചേർത്ത് എല്ലായിടത്തേക്കും. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തിക്കാൻ പാകത്തിന് ഒന്ന് സ്പൂൺ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. കാരണം ഇതിൻ്റെ ഓരോ കോണിലും നമ്മൾ നന്നായിട്ട് ഈ മുളകും ഉപ്പും പിന്നെന്താ പറയുക കായവും ഉലുവയും ഒക്കെ നന്നായിട്ട് ചെന്നെത്തണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി അടുത്ത കാരണം ഇതിനകത്ത് ചേർക്കേണ്ട കൂട്ടുകളെല്ലാം ചേർന്നു. ഇനി വേറെ അഡീഷണലായിട്ട് നമ്മൾ ഒരു കാര്യവും നമ്മൾ അതിനകത്ത് ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മാങ്ങാക്കറിക്ക് വേണ്ടത്. പിന്നെ നമ്മളൊരു സോസ് പാൻ എടുത്ത് വെച്ച് കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തു. ഒരിക്കലും ചൂടുവെള്ളം അതുപോലെ എടുത്തു, തിളച്ച വെള്ളം ഒരുപോലെ ഒഴിക്കരുത്. ശരിക്കും തണുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് നമ്മളുടെ മാങ്ങാക്കറി ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും, പക്ഷേ എന്നാലും അതിനനുസരിച്ചിട്ടുള്ള വലിയ നീട്ടത്തിലല്ല, എന്നാൽ പോലും കുറച്ച് വെള്ളത്തോടുകൂടി ചാറോട് കൂടിയിട്ട് എടുക്കുക. അത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം യൂസ് ചെയ്തത്. അപ്പോൾ ഇത്തിരി ഒരു മുളകും കൂടെ ചേർത്താലാണ് അച്ചാറുകൾക്കൊക്കെ ഒരു ഇത്തിരി എരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തു. നിങ്ങളുടെ വീട്ടുകളിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ അവർ കഴിക്കുന്നതാണെങ്കിൽ കാശ്മീരി മുളക് മാത്രം ചേർത്താൽ മതി. ഈ മുളക് പൊടി ചേർക്കണ്ട. എനിക്കതില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ
നല്ല ഗ്ലാസ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്കിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.